DGPക്ക് RSSന്റെ യൂണിഫോം നൽകണമെന്ന പരിഹാസവുമായി നിലമ്പൂർ MLA PV അൻവർ. RSS ബന്ധത്തിൻ്റെ പേരിൽ അന്വേഷണം നേരിടുന്ന ADGP അജിത് കുമാറിനെ DGP ആക്കാനുള്ള സർക്കാർ തീരുമാനത്തിലാണ് PV അൻവറിൻ്റെ പ്രതികരണം. അജിത് കുമാർ DGPയുടെ കസേരയിൽ വരുമ്പോൾ യൂണിഫോമിന് മാറ്റം വരുത്തണം. നിലവിലെ DGPയുടെ യൂണിഫോമിന് പകരം കാക്കി ട്രൗസറും ദണ്ടും കൊടുക്കണം. RSSന്റെ യൂണിഫോമും നൽകണം, PV അൻവർ പറഞ്ഞു. മന്ത്രിസഭാ യോഗത്തിലാണ് ADGP അജിത് കുമാറിനെ DGPയായി സ്ഥാനക്കയറ്റം നൽകിക്കൊണ്ട് തീരുമാനമായത്. സർക്കാരിൻ്റെ ഈ തീരുമാനത്തിൽ CPI മന്ത്രിമാർ പോലും പ്രതികരിച്ചിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി RSSന് കീഴ്പ്പെടുന്നതുകൊണ്ടാണ് കേരളം ഒരു വെള്ളരിക്ക പട്ടണമല്ലെന്ന് സർക്കാർ മനസ്സിലാക്കണം. ഇതെല്ലാം വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും, PV അൻവർ പറഞ്ഞു. ADGP MR അജിത് കുമാറാണ് DGPയായി സ്ഥാനക്കയറ്റം നൽകിയത് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശയാണ് മന്ത്രിസഭാ യോഗം അംഗീകരിച്ചത്. മാർച്ച് ഏപ്രിൽ മാസത്തോടെയാണ് പുതിയ DGP ചുമതലയേൽക്കുക. ഈ പരിഗണന പട്ടികയിലാണ് അജിത് കുമാറും ഉൾപ്പെട്ടത്. തൃശൂർ പൂരം കലക്കൽ, അനധികൃത സ്വത്ത് സമ്പാദനം എന്നിവ അടക്കമുള്ള കേസുകളിൽ അന്വേഷണം നേരിടുന്ന ഉന്നത ഉദ്യോഗസ്ഥനാണ് MR അജിത് കുമാർ. RSS കൂടിക്കാഴ്ച ഉൾപ്പെടെയുള്ള വിവാദങ്ങളിൽ ADGPയെ സർക്കാർ സംരക്ഷിക്കുന്നുവെന്ന ആരോപണങ്ങൾക്കിടെയാണ് സ്ഥാനക്കയറ്റം നൽകാൻ മന്ത്രിസഭ അംഗീകാരം നൽകിയത്. ചീഫ് സെക്രട്ടറിയും DGPയും ആഭ്യന്തര സെക്രട്ടറിയും വിജിലൻസ് ഡയറക്ടറും അടങ്ങുന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് സ്ഥാനക്കയറ്റം ശുപാർശ ചെയ്തത്. തൃശൂർ പൂരം കലക്കൽ, RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്നിവ സംബന്ധിച്ച് അജിത് കുമാറിനെതിരെ അന്വേഷണം നടക്കുകയാണ്. വരവിലേറെ സ്വത്തുണ്ടെന്ന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണവുമുണ്ട്. എന്നാൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നതുകൊണ്ട് മാത്രം സ്ഥാനക്കയറ്റം തടയാനാകില്ലെന്നും വിവിധ സുപ്രീം കോടതി വിധികളുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് സ്ക്രീനിംഗ് കമ്മിറ്റി സ്ഥാനക്കയറ്റ ശുപാർശ നൽകിയത്. കോടതിയിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് വിചാരണയ്ക്ക് കാത്തിരിക്കുന്നുണ്ടെങ്കിലോ അച്ചടക്ക നടപടിക്കായി മെമ്മോ കൊടുത്തിട്ടുണ്ടെങ്കിലോ സസ്പെൻഷനിൽ നിൽക്കുകയാണെങ്കിലോ മാത്രമേ സ്ഥാനക്കയറ്റത്തിൽ നിന്നും മാറ്റി നിർത്താൻ പാടുള്ളൂ എന്ന് ചീഫ് സെക്രട്ടറി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എൻലൈറ്റ് മീഡിയ, തിരുവനന്തപുരം.